ഹലോ ഗൈസ്, അപ്പോൾ ഇത്തവണത്തെ വെക്കേഷന് ഞങ്ങളൊരു ഫുഡ് സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയ വീഡിയോ ആയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആറ്റുമുഖ ഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ വരണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യം ഇൻസ്റ്റയിലൊക്കെ ഇതിൻ്റെ റീൽസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യാം. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണെന്നാണ് പറഞ്ഞു കേട്ടത്. വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നേരിട്ട് അവരുടെ കിച്ചണിൽ വന്ന് നമുക്ക് കണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 2 ബ്രദേഴ്സ്, പിന്നെ കുഞ്ഞമ്മ, പിന്നെ അമ്മാമൻ്റെ മക്കളും അമ്മയും എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്പോട്ടിൽ വരുന്നത് കേട്ടോ. ഷാപ്പ് പോലൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോർക്ക് ഫ്രൈ, അതുപോലെ തന്നെ ഇത് കരിമീൻ മപ്പാസ്, കേരക്കറി, പിന്നെ വരാല് കറി, അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ വൈറ്റ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, താറാവ് കറി, അതുപോലെ ഇത് മീൻ മുട്ടയാണ് കേട്ടോ, മീൻ മുട്ട ചിക്കിയത്, പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ കക്ക ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ കക്ക ഫ്രൈ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ തലയും വറ്റത്തലയായിരുന്നു പറഞ്ഞിരുന്നത്, അത് പയ്യാവുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കപ്പയും കള്ളപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് ഞങ്ങൾ അതിൽ ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പേര് ഒന്നിച്ച് വന്നിട്ട് ഷെയർ ചെയ്തൊക്കെ വരികയാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടുത്തെ ചുറ്റുവട്ടം സത്യം പറഞ്ഞാൽ ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ. അതായത് കുറച്ച് ഹട്ടുകൾ ഇതേപോലെ നമ്മൾ തോട്ടിലോട്ട് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ മീൻ ഇതുപോലെ വന്ന് നിൽക്കും. അതിലിതേ വരാലാണ് നിൽക്കുന്നത് കേട്ടോ. വരാൽ, പിന്നെ അല്ലാതെ വരാൽ മുട്ടയിട്ടും നിൽപ്പുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട്. ഈ റെഡ് കളറിൽ കാണുന്ന പൊടി കുഞ്ഞുങ്ങളാണ് വരാലിൻ്റെ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കണ്ടോ, വെയിൽ തെളിയുമ്പോൾ ഇങ്ങനെ പൊന്തി വരിക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ താറാൻകൂട്ടവും വാത്തക്കൂട്ടവും ഒക്കെ നിൽക്കുന്നതാണ്. അത് ആ വാത്തക്കൂട്ടം നിൽക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണാൻ പറ്റും. പിന്നെ മീൻ വളർത്തുന്നതാണ് ഇതിൽ കേട്ടോ. തോട്ടിൽ കാരിയും വരാലും ഒക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ആറ് ഷാപ്പിൻ്റെ. അപ്പോൾ അവിടെ ഇത് കണക്കൊരു ബോട്ട് അറേഞ്ച് ചെയ്ത് അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ശിക്കാരി വള്ളങ്ങളുണ്ട്, അതിൽ നമുക്ക് വേണമെങ്കിൽ കായലിലൂടെ യാത്ര ചെയ്യാം. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വന്നത് പടഹാരം എന്ന് പറയുന്ന സ്ഥലത്താണ്. കാര്യം ഇവിടെ വന്നതിന് കാര്യം കുറച്ച് നേരം ഇവിടെ ആറ്ററമ്പത്ത് സ്പെൻഡ് ചെയ്യാം. നല്ല ചൂടായിരുന്നല്ലോ വെക്കേഷൻ സമയത്ത്, കാറ്റും കൊണ്ടിരുന്നിട്ടൊക്കെ പയ്യെ വീട്ടിൽ പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു ബ്രിഡ്ജ് പണിഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അപ്പോൾ അതായത് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 നിലയാണ്. മുകളിലത്തെ നിലയിലൂടെ നമുക്ക് വാഹനങ്ങൾ പോകാനും താഴെ മനുഷ്യർക്ക് നടന്നു പോകാനുള്ള നമുക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാലം ഞാൻ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നതിൽ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. അതിൻ്റെ താഴെ കൂടെ കുഞ്ഞു കുഞ്ഞു വള്ളങ്ങൾ പോകുന്നതും ഒക്കെ കുറേ നേരം ഇരുന്ന് കണ്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചൂണ്ടയൊക്കെ ഇട്ടു, മീനൊക്കെ പിടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയത് കേട്ടോ. എന്തായാലും ഇത്തവണത്തെ വെക്കേഷൻ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.